ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഒരു തകർപ്പൻ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം. അപ്പോൾ രാധിക വരുണിനോട് പറയാണ്, ഗോവിന്ദനെ ഒരു പാഠം പഠിപ്പിക്കാൻ ഞാൻ അനാർക്കലി ഇവിടേക്ക് വരുത്തിക്കും. നീ കണ്ടോ, വിജയലക്ഷ്മി അവൻ സ്നേഹിച്ചു തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ആ സ്നേഹമൊക്കെ ഇപ്പോൾ വെറുപ്പായി മാറും. അനാർക്കലിയോ? എന്തിന്? നീ കണ്ടോ എന്നും പറഞ്ഞുകൊണ്ട് രാധിക ഫോണെടുത്ത് അനാർക്കലിയെ വിളിക്കുക. ഹലോ അനാർക്കലി. എന്താ രാധികെ, എന്നെ അന്വേഷിച്ചിട്ടൊക്കെ ഉള്ളൊരു ഫോൺ കോള്? നീ സാധാരണ എന്നെ വിളിക്കാറില്ലല്ലോ. എൻ്റെ ആവശ്യങ്ങൾക്കായിട്ടാണല്ലോ ഞാൻ നിന്നെ വിളിക്കുന്നത്. അതറിയാം, എനിക്കെല്ലാം അറിയാം. പക്ഷേ ഞാനിപ്പോൾ ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാൻ വേണ്ടിയാണ് നിന്നെ വിളിച്ചത്. നീയാണല്ലോ രഞ്ജുവിൻ്റെ കല്യാണം നടത്തിയത്. മകളുടെ സ്ഥാനത്ത് നിർത്തിയിട്ട് നീ അവളെ കല്യാണം കഴിപ്പിച്ചു കൊടുത്തു. നീ അവളെ സ്വന്തം മകളെ പോലെ സ്നേഹിച്ചു. എന്നാൽ അവൾ പ്രഗ്നൻ്റ് ആയിട്ട് നിന്നെ വിളിച്ച് വിവരം അറിയിച്ചോ? എന്താ നീ പറഞ്ഞത്? രഞ്ജു പ്രഗ്നൻ്റ് ആണെന്നോ? അതെ, അവൾ പ്രഗ്നൻ്റ് ആയിട്ട് നിന്നെ അവൾ വിളിച്ചൊരു വിവരം പോലും പറഞ്ഞില്ല അല്ലേ? അത് കേട്ടതും എന്നോട് ആരും ഒന്നും പറഞ്ഞില്ല. എന്നാ നീ ഇങ്ങ് പോരെ അവളെ കാണാൻ. ഇന്നിവിടെ ഗോവിന്ദനൊന്നും ആരുമില്ല. ഗോവിന്ദൻ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും എനിക്ക് അവളെ കാണണമെന്ന് തോന്നിയാൽ ഞാൻ കാണും. അതെനിക്കറിയാനാർക്കലേ, നീ അവളെ കാണുമെന്ന്. എന്നാൽ പിന്നെ നീ കണ്ടോ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ രാധിക ഫോൺ കട്ട് ചെയ്യുക. ഈ സമയം അനാർക്കലി ഭയങ്കര സന്തോഷത്തോടെ രഞ്ജുവിന് വേണ്ട സമ്മാനങ്ങൾ സ്വീറ്റൊക്കെ വാങ്ങാനായിട്ട് പോവുകയാണ്. ഇതേ സമയം വരുണിനോട്, എടാ അങ്ങനെ അനാർക്കലി ഇവിടെ വന്നു കഴിയുമ്പോൾ നീ ചെന്ന് അനാർക്കലിയോട് പറയണം, ഗോവിന്ദനോട് പറയണം ആരോ വന്നിട്ടുണ്ടെന്ന്. അതെങ്ങനെ ഞാൻ പറയും? അനാർക്കലി വന്നെന്ന് പറഞ്ഞാൽ പോരെ? എടാ മണ്ട, അനാർക്കലിയാണ് വന്നതെന്ന് നമുക്കറിയില്ല. നമ്മൾ താഴെ പോയി നോക്കിയിട്ടുമില്ല. അനാർക്കലിയെ നിനക്കറിയില്ലല്ലോ. അതെനിക്കറിയാലോ. പക്ഷെ അനാർക്കലിയെ എനിക്കറിയാമെന്ന് ഗോവിന്ദേട്ടനറിയോ? ഇല്ല. അതുകൊണ്ടാണ് പറഞ്ഞത് നീ തന്നെ ചെന്ന് പറയണമെന്ന്, ആരോ വന്നു എന്ന്. പക്ഷെ അനാർക്കലിയെ എനിക്കറിയാമല്ലോ. എടാ തിരുമണ്ട, അനാർക്കലിയെ നിനക്കറിഞ്ഞാലും അറിഞ്ഞില്ലെങ്കിലും നീ അറിയാത്തതുപോലെ ചെന്ന് ഗോവിന്ദനോട് പറയണം. എൻ്റെ അമ്മ, അതെങ്ങനെ ശരിയാവും? ഞാൻ പോയി പറഞ്ഞാലും എനിക്കറിയാലോ അനാർക്കലി എനിക്കറിയാമെന്ന്. എൻ്റെ ഈശ്വര, ഏത് നേരത്താണാവോ എനിക്കിവനെ പ്രസവിക്കാൻ തോന്നിയത്. എൻ്റെ തിരുമണ്ട, നീ ഒന്നും മിണ്ടാതിരിക്കും. നീ ഒന്നും പറയണ്ട, ഞാൻ പറഞ്ഞോളാം. ഇല്ല, എന്നാൽ പിന്നെ ഞാൻ തന്നെ പറയാം. ആരോ വന്നു എന്ന് പറഞ്ഞാൽ പോരെ? വേണ്ട, നീ ഒന്നും പറയണ്ട. നിൻ്റെ ഈ തിരുവായ അടച്ചൊന്നും മിണ്ടാതിരുന്നാൽ മാത്രം മതി എന്നും നമ്മുടെ രാധിക. അത് കേട്ടതും അമ്മയുടെ ബുദ്ധി അപാരം തന്നെയാണ്. എന്നാൽ പിന്നെ ഒരു കാര്യം ചെയ്യ്, ഈ ഓംലേറ്റ് അമ്മ കഴിച്ചോ? വേണ്ട, എനിക്ക് വയറിൽ അതിനുള്ള ഗ്യാപ്പില്ല. അതുകൊണ്ട് എനിക്ക് ഓംലേറ്റ് വേണ്ട. നീ തന്നെ ഒറ്റയ്ക്ക് വെട്ടി വിഴുങ്ങ്. അപ്പോൾ രാധിക പോയി കഴിഞ്ഞ് വയറിന് വല്ലാത്തൊരു വിമ്മിഷ്ടം. ഈശ്വര, വയറിനൊരു വേദന പോലെ. എന്തായിരിക്കും? തോന്നിയതാണോ? വയറ് വേദന വരാൻ കാര്യമൊന്നുമില്ലല്ലോ. എന്തായാലും തോന്നിയതായിരിക്കും എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ വീണ്ടും അത് കഴിച്ചുകൊണ്ടിരിക്കുക. ഈ സമയം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ മാധവനെ പിടിച്ചുകൊണ്ട് വിജയലക്ഷ്മി ഇങ്ങനെ ഇരിക്കുകയാണ്. എന്തായാലും ഇവനും എടുക്കനാ. മോളെ ഗീതു, നീ നിൻ്റെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിനെ ലച്ചു ലച്ചു എന്ന് വിളിക്കുന്നത് ഞാൻ കേട്ടു. എനിക്ക് മനസ്സിലായി നീ എൻ്റെ പേര് ഉദ്ദേശിച്ചാണ് വിളിക്കുന്നതെന്ന്. എന്തായാലും അത് നല്ല കാര്യമാണ്. നിൻ്റെ നല്ല മനസ്സിന് നന്ദിയുണ്ട് മോളെ. പക്ഷേ ഗോവിന്ദന് ഇഷ്ടമല്ലാത്ത ഒന്നും നീ ചെയ്യരുത്. അത് കേട്ടതും ദേ ഇവളാണല്ലേ അങ്ങനെ പറഞ്ഞത്. ഞാൻ അമ്മയോടുള്ള ഇഷ്ടം കൊണ്ട് അതൊക്കെ ചെയ്തെന്ന് ആര് പറഞ്ഞു? എന്തായാലും നാട്ടുനടപ്പനുസരിച്ച് പെൺകുട്ടി ജനിച്ച അച്ചമ്മയുടെ പേരാണല്ലോ ഇടേണ്ടത്. അതനുസരിച്ചാ ഞാൻ ഈ വിജയലക്ഷ്മി എന്ന് ആലോചിച്ചത്. പക്ഷെ വിജയലക്ഷ്മി എന്നുള്ള നിങ്ങളുടെ പഴയ പേരുണ്ടല്ലോ, അതൊരു തല്ലിപ്പൊളി പേരാ. അതുകൊണ്ടാണ് അത് ഷോർട്ടായിട്ട് ഞാൻ ലച്ചു എന്നിട്ടത്. എന്തായാലും അതൊക്കെ നന്നായി എന്നൊക്കെ പറയണത് കേട്ടതും അമ്പടി ഭയങ്കരി. അപ്പം എന്നോടുള്ള ഇഷ്ടം കൊണ്ടൊന്നും അല്ല, നടപ്പിനെ ഭയന്നിട്ടാണോ? അതെ, അങ്ങനെ തന്നെയാ എന്നൊക്കെ ഗീതു പറയുക. അല്ലേ, അമ്മയുടെ പേര് ഗീതുവിൻ്റെ കുഞ്ഞിനിടാം. പിന്നെ അച്ഛൻ്റെ പേര് പ്രിയയുടെ കുഞ്ഞിനും ഇട്ടു. ഇനി എൻ്റെ കുഞ്ഞിന് ഞാൻ ആരുടെ പേരിടും? അത് കേട്ടോണ്ട് രേഖ വരിക. രേഖ വന്നതിങ്ങനെ നോക്കി ചിരിച്ചുകൊണ്ട് നിൽക്കുകയാണ്. നിനക്കിഷ്ടമുള്ള ഒരാളുടെ പേര് തിരഞ്ഞെടുക്കും മോളെ. എന്നിട്ട് നീ അവരുടെ പേരിട്ടോ, ഇല്ലെങ്കിൽ നിനക്കിഷ്ടമുള്ള നല്ല പേരെടുക്ക്. അപ്പോൾ രേഖ അങ്ങനെയൊന്നും പറയണ്ട കേട്ടോ. ഇവൾക്ക് ഇഷ്ടം ഫുഡിനോടാ. വേണമെങ്കിൽ ഇവള് ആ കാര്യം ഓർത്തുകൊണ്ട് കൊച്ചിന് വല്ല ബർഗറെന്നോ പിസ്സ എന്നോ പേരിടും. അത് കേട്ടതും എടി നിന്നെ ഞാനിന്ന് എന്നും പറഞ്ഞുകൊണ്ട് രേഖയെ ഓടിച്ചിടും. അങ്ങനെ നോക്കി മോളെ സൂക്ഷിച്ച് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കുക. ഈ സമയം നമ്മുടെ വിജയലക്ഷ്മി കരയുവാണ്. എന്താ അമ്മ, എന്തു പറ്റി? സങ്കടം വരുമോ മോളെ? ഒരു കാര്യം പറഞ്ഞാൽ എൻ്റെ മോള് പ്രഗ്നൻ്റ് ആയപ്പോൾ ഞാൻ ഒരുപാട് പേടിച്ചു. പേടിയെന്ന് പറഞ്ഞാൽ അത് സാധാരണ പേടിയൊന്നും അല്ലായിരുന്നു. അവൾ മരണത്തിലേക്ക് പോകുമെന്നുള്ള പേടി. എന്നാൽ
അവളുടെ രോഗം ഒരിക്കലും മാറ്റിയെടുക്കാൻ പറ്റില്ല എന്ന് ഡോക്ടർ പറഞ്ഞല്ലോ. ആ നിമിഷം ഞാൻ ചിന്തിച്ചതാ, അവള് ഇനിയിപ്പോൾ ആ രോഗത്തോട് അവൾ പൊരുത്തപ്പെട്ട് പോകട്ടെ എന്ന്. അല്ലാതെ ഇപ്പം ഞാനെന്ത് പറയാം. പിന്നെ അവൾ പ്രഗ്നൻ്റ് ആയപ്പോൾ ഞാൻ ഒരുപാട് പേടിച്ചു എന്തെങ്കിലും സംഭവിക്കുമെന്ന്. പക്ഷെ അവളുടെ ഇപ്പോഴത്തെ ഈ സന്തോഷം ഉണ്ടല്ലോ, അത് ഞാൻ ആസ്വദിക്കുന്നുണ്ട്. എൻ്റെ മോളെ ഈ ജീവിതത്തിൽ നിന്ന് തന്നെ, ഈ ലോകത്തുനിന്ന് തന്നെ ഇല്ലാതാവും. അങ്ങനെ ഇല്ലാതാവുമ്പോൾ കുറച്ച് ദിവസമെങ്കിൽ കുറച്ച് ദിവസം അവൾ സന്തോഷിക്കട്ടെ, സന്തോഷത്തോടെ അവൾ ഇങ്ങനെ തുള്ളിച്ചാടി നടക്കട്ടെ. അതല്ലേ അവളുടെ ഈ സന്തോഷം. മരിക്കാൻ പോകുന്ന ഒരാൾ സന്തോഷിച്ചിങ്ങനെ നടക്കുമ്പോൾ അവരെല്ലാം മറക്കും അല്ലേ മോളെ? എന്തിനമ്മ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നേ? അങ്ങനെയൊന്നും സംഭവിക്കില്ല, രഞ്ജിന് ഒരാപത്ത് സംഭവിക്കില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുവാണ്. ഈ സമയം പിന്നീട് കാണിക്കുന്നത് രാധികയും വരുണയുമാണ്. അതെ, അവരും ഇങ്ങനെ ഓരോന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുക. അല്ലമ്മേ, അനാർക്കലി വരുവടാ, ഉറപ്പായിട്ടും വരും. അനാർക്കലി വരണമെന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം. എന്തായാലും അനാർക്കലി ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇനി നടക്കാൻ പോകുന്നത് വേറെ കാര്യങ്ങളൊക്കെ ആയിരിക്കും. നോക്കിക്കോ, അനാർക്കലി ഇവിടെ വന്നു കഴിയുമ്പോൾ വിജയലക്ഷ്മി ഇനി വീടിൻ്റെ പടി കടക്കില്ല, അത് ഉറപ്പാ എന്നൊക്കെ പറയുമ്പോഴേക്കും വണ്ടിയുടെ ശബ്ദം കേൾക്കുക. എടാ, അനാർക്കലി വന്നോന്ന് തോന്നുന്നു, നീ ചെന്ന് പറ ആരോ വന്നൂന്ന്. ആരോ വന്നൂന്ന് അനാർക്കലി വന്നു എന്നല്ലേ പറയണ്ടേ? എൻ്റെ ദൈവമേ, ഞാൻ തന്നെ പറഞ്ഞോളാം, ഇല്ലെങ്കിൽ കാഞ്ചനയോട് പറയാൻ പറ. കാഞ്ചനയ്ക്ക് അനാർക്കലി അറിയില്ലല്ലോ. ആരും അറിഞ്ഞു? കാഞ്ചനയ്ക്ക് അനാർക്കലി അറിയാലോ. അനാർക്കലി ഇവിടെ വന്നത് കാഞ്ചന അന്ന് കണ്ടതല്ലേ. ഓ ഈശ്വരാ, എൻ്റെ ദൈവമേ, എൻ്റെ ഭഗവാനെ, എന്നെ ഒന്ന് മേലോട്ടെടുക്ക്, ഇവനെ പ്രസവിച്ച പാപം ചെയ്തതിന്. അത് കേട്ടതും അമ്മ എന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നേ? ഞാൻ പറഞ്ഞല്ലേ സത്യം, എല്ലാവർക്കും അനാർക്കലി അറിയാം. അങ്ങനെയുള്ളപ്പോൾ ആരോ വന്നു എന്തിനാ പറയുന്നേ? അനാർക്കലി വന്നു പോയി പറഞ്ഞാൽ പോരെ? തിരുമണ്ട, മിണ്ടാതിരുന്നോളാം, ഞാൻ തന്നെ പോയി പറയാം എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ രാധിക ഗോവിന്ദൻ്റെ റൂമിലേക്ക് ചെല്ലുക. ഈ സമയം ഗോവിന്ദാണെങ്കിൽ ഓരോന്ന് ആലോചിക്കുകയാണ് അമ്മയെക്കുറിച്ചുള്ള കാര്യങ്ങൾ. അമ്മ പറഞ്ഞ വാക്കുകളൊക്കെ എൻ്റെ മോൻ എന്നോട് വഴക്കിട്ടിരിക്കുമ്പോൾ ഞാനുണ്ടാക്കിയ ഭക്ഷണം അവൻ്റെ അച്ഛൻ വാരി കൊടുത്താൽ കഴിക്കുമായിരുന്നു എന്നൊക്കെ പറഞ്ഞതോർത്ത് ഗോവിന്ദ് കരയുക. തൻ്റെ അമ്മ എന്തിനാ തന്നെ വിട്ടേച്ച് പോയത്? കൗമാരപ്രായത്തിൽ തന്നെ ഉപേക്ഷിച്ച് പോയത് എന്തിനാ? അതിൻ്റെ ഉത്തരം കിട്ടിയ ഉറപ്പായിട്ടും താൻ എൻ്റെ അമ്മയെ സ്നേഹിക്കും എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ഗോവിന്ദ് ഇരിക്കുമ്പോൾ കണ്ണാ എന്നും പറഞ്ഞൊരു വിളി. എന്താ എന്നും ഗോവിന്ദ്. കണ്ണാ, നിന്നെ കാണാൻ ആരോ വന്നിട്ടുണ്ടെന്ന് കാഞ്ചന പറഞ്ഞു. ആരാ വന്നേ? അതറിയില്ല, ആരോ വന്നു എന്നാ പറഞ്ഞത്. താഴെ എൻ്റെ ശത്രു ഇരിക്കുന്നതുകൊണ്ട് എനിക്ക് അങ്ങോട്ട് പോകാനും കഴിയുന്നില്ല മോനെ. അവൾ പറഞ്ഞ് നിന്നെ വിശ്വസിപ്പിച്ചല്ലോ. ഞാൻ നിന്നോട് കാണിക്കുന്നത് ആത്മാർത്ഥതയില്ലാത്ത സ്നേഹമാണെന്ന്, നിന്നെ ഞാൻ തെറ്റിദ്ധരിപ്പിക്കുകയാണെന്ന്. എനിക്ക് നിന്നോടുള്ളത് ആത്മാർത്ഥമായ സ്നേഹം തന്നെയാണ് മോനെ, അതൊരിക്കലും മാറില്ല. ഞാൻ നിന്നെ സ്നേഹിച്ചത് എൻ്റെ സ്വന്തം മോനെ പോലെയാ. കൗമാരപ്രായത്തിൽ നിന്റെ അമ്മ ഉപേക്ഷിച്ച് പോയപ്പോൾ എൻ്റെ നെഞ്ചോട് ചേർത്ത് നിന്നെ ഞാൻ വളർത്തിയത് നീ എൻ്റെ സ്വന്തമാണെന്ന് കരുതിക്കൊണ്ട് തന്നെയാണ്. പക്ഷെ ഒരിക്കലും അവളിങ്ങനെ പറഞ്ഞപ്പോൾ നീ അത് വിശ്വസിച്ച് എന്നെ തള്ളി പറയുമെന്ന് ഞാൻ ഓർത്തില്ല മോനെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രാധിക നിൽക്കുക. എനിക്കിപ്പോൾ ആരെയും കാണാൻ നേരമില്ല, വന്നവരോട് പിന്നെ വരാൻ പറ, അല്ലേ കുറച്ചു നേരം വെയിറ്റ് ചെയ്യാൻ പറ. അയ്യോ, അത്യാവശ്യമായിട്ട് കാണാൻ വന്നു എന്നാണ് കാഞ്ചന പറഞ്ഞത്, അതുകൊണ്ട് കാണാൻ പറ്റില്ല, തിരിച്ചു പോകും. അത്രയ്ക്ക് അത്യാവശ്യമുള്ളവരാണെങ്കിൽ തിരിച്ചു പോയിക്കോട്ടെ, എനിക്കതിൽ ഒരു കുഴപ്പമില്ല. പോകുന്നെങ്കിൽ അങ്ങ് പോ, കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിന്നാൽ മതി, ഇല്ലെങ്കിൽ പൊയ്ക്കോളാൻ പറ എന്നും ഗോവിന്ദ് ഇത് കേട്ടതും ഈശ്വര, ഇവനിട്ട് ഒരു പണി കൊടുക്കാമെന്ന് വിചാരിച്ചപ്പോൾ ഇവനാണെങ്കിൽ അനാർക്കലിയെ കാണാനും വരുന്നില്ലല്ലോ. ശരി മോനെ, ശരി, മോൻ്റെ വിഷമം മാറിയിട്ട് മോൻ വന്നാൽ മതി എന്നും പറഞ്ഞുകൊണ്ട് രാധിക അങ്ങ് വെളിയിലേക്ക് പോവുക. അപ്പോൾ വരുൺ, എന്തായി അമ്മേ, എന്തായി? ഗോവിന്ദേട്ടനോട് പറഞ്ഞോ? പറഞ്ഞു. വേണമെങ്കിൽ ഒരു ധൈര്യത്തിന് ഞാനും കൂടെ പോയി പറയട്ടെ? അയ്യോ വേണ്ട, നീ ആ തിരുവായ ഒന്ന് അടച്ച് മിണ്ടാതെ അവിടെ നിന്നാൽ മതി, നീ ഒന്നും പറയണ്ട എന്നും പറഞ്ഞുകൊണ്ട് രാധിക ഇങ്ങനെ നിൽക്കുക. ഈ സമയം വരുൺ, നമ്മൾ രണ്ടുപേരും ഇപ്പോൾ താഴേക്ക് പോയാൽ ശരിയാവില്ല, വന്നതാരാണെന്ന് നമുക്കറിയില്ല, അത്രയേ ഉള്ളൂ കേട്ടല്ലോ. ശരി അമ്മേ. അല്ലമ്മേ, വന്നതാരാണെന്ന് നമുക്ക്, അയ്യോ ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല, എൻ്റെ ദൈവമേ മിണ്ടരുത് എന്ന് പറഞ്ഞുകൊണ്ട് രാധിക മിണ്ടായിരിക്കുക. ഈ സമയം പിന്നീട് കാണിക്കുന്നത് കോളിംഗ് ബെൽ അടിക്കണം. അപ്പോൾ നമ്മുടെ രഞ്ജു അങ്ങോട്ട് ചെല്ലുക. രഞ്ജു അനാർക്കലിയെ കണ്ടതും ദേഷ്യത്തോടെ ഇങ്ങനെ തുറച്ചു നോക്കുക. എന്താ, നിങ്ങൾക്ക് എന്താ വേണ്ടത് എന്നും ചോദിക്കണം. മോളെ, ഞാൻ നിന്നെ കാണാനാണ് വന്നത്. നീ അമ്മയാകാൻ പോകുന്ന വിവരം അറിഞ്ഞിട്ട് എനിക്ക് സന്തോഷമായി മോളെ. നിങ്ങളുടെ കല്യാണം ഞാനാണ് നടത്തിയത്. ആ സമയത്ത് എന്നെ ഒന്ന് വിളിച്ച് പറയാമായിരുന്നല്ലോ ഈ സന്തോഷ വാർത്ത. ഞാനിത് കേട്ടിരുന്നെങ്കിൽ ഒരുപാട് സന്തോഷിക്കുമായിരുന്നല്ലോ. നിങ്ങൾ എന്തിനാ ഇവിടേക്ക് വന്നത്? എൻ്റെ ഏട്ടൻ്റെ ശത്രുവായ നിങ്ങൾ എനിക്ക് ശത്രുവാ, അതുകൊണ്ട് നിങ്ങൾ ഇനി ഇങ്ങോട്ട് വരാൻ പാടില്ല എന്നും രഞ്ജു അത് കേട്ടതും, മോളെ നീ എന്ത് ഇങ്ങനെയൊക്കെ പറയുന്നേ? നിനക്ക് ഒരു നല്ല വിശേഷം ഉണ്ടെന്ന് അറിഞ്ഞിട്ട് ഞാൻ ഇങ്ങോട്ട് വന്നതാ സന്തോഷത്തോടെ. എന്നിട്ടും നീ ഇങ്ങനെ ചെയ്തത് ശരിയായില്ല മോളെ. ദേ, എന്നെക്കുറിച്ച് ഇങ്ങനെയൊന്നും നിങ്ങൾ പറയണ്ട.
മര്യാദയ്ക്ക് എൻ്റെ മുൻപിൽ നിന്ന് പോയിക്കോ. എനിക്ക് നിങ്ങളെ കാണണ്ട. എൻ്റെ ഏട്ടൻ്റെ ജന്മശത്രുവാണ് നിങ്ങൾ. അതുകൊണ്ട് എനിക്ക് നിങ്ങളെ ഇഷ്ടമല്ല, നിങ്ങളോട് വെറുപ്പാ എന്നൊക്കെ പറഞ്ഞ് രഞ്ജു ഒച്ചയിടുക. ഈ സമയമാണെങ്കിൽ ഗീതവും വിജയലക്ഷ്മിയും ആരാ അവിടെ, ആരോടെ രഞ്ജു സംസാരിക്കുന്നത് എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നോക്കുകയാണ്. ഈ അനാർക്കലി നിറകണ്ണുകളോടെ നിൽക്കുക. അപ്പോൾ നമ്മുടെ വിജയലക്ഷ്മിയും ഗീതും അങ്ങോട്ട് വന്നു. നീ എന്തിനാ ഇങ്ങോട്ട് വന്നത്? എന്താ അനാർക്കലി നിനക്ക് ഇവിടെ കാര്യം? ദേ ഗോവിന്ദ് അകത്തുണ്ട്, മര്യാദയ്ക്ക് നീ പോകാൻ നോക്ക്. അത് കേട്ടതും എനിക്ക് ആരെയും കാണണ്ട, ഞാൻ ഗോവിന്ദനെ പേടിച്ച് നിൽക്കേണ്ട ആവശ്യമില്ല. ഞാൻ വന്നത് ചില കാര്യങ്ങൾ സംസാരിക്കാനാണ്. വേണ്ട, ഒന്നും സംസാരിക്കണ്ട, നിങ്ങളോട് ഇറങ്ങി പോകാനല്ലേ പറഞ്ഞത്. ഇത് കേട്ടതും നമ്മുടെ ഗീതു, അമ്മേ എന്തായാലും ഇവർ വന്നത് അറിയിക്കേണ്ടവരെയൊക്കെ അറിയിക്കണമല്ലോ. രേഖേച്ചി ചെന്ന് ഇവരുടെ കൂട്ടുകാർ രാധികയെ വിവരം അറിയിക്കും. ഞാൻ ചെന്ന് കണ്ണേട്ടനെയും വിളിച്ചുകൊണ്ട് വരാം. എന്തായാലും ഇവർക്ക് വേണ്ട സൽക്കാരമൊക്കെ ഇവിടെ ഒരുക്കണമല്ലോ എന്നും ഗീതു പറയുക. അത് കേട്ടതും വിജയലക്ഷ്മി, ശരിയാ മോളെ, എന്തായാലും ഇവളുടെ ഈ വരവ് അവസാനിപ്പിക്കണം, എന്തായാലും മോള് ചെല്ല് എന്നും പറയണേ. ഈ സമയം രണ്ടുപേരൂടെ പോകുന്ന സമയത്ത് നമ്മുടെ അനാർക്കലി, അതെ രാധികയുടെ മരുമകളും വിജയലക്ഷ്മിയുടെ മരുമകളും ഒന്ന് നിന്നേ. അപ്പോൾ രണ്ടുപേരോട് നിന്നു. ഞാൻ വന്നത് രാധികയെ കാണാനല്ല, പിന്നെ ആരെ കാണാനാ നീ വന്നത് എന്നും വിജയലക്ഷ്മിയുടെ ചോദ്യം. ഞാൻ വന്നത് ഞാൻ എൻ്റെ മോളെപ്പോലെ സ്നേഹിക്കുന്ന രഞ്ജുവിനെ കാണാനാ. എന്തായാലും രഞ്ജുവിനെ കാണാൻ വന്നതുകൊണ്ട് കണ്ണനെ വിളിക്കേണ്ട ആവശ്യമൊന്നുമില്ല. എന്താ ഗീതാഞ്ജലി, നീ വലിയ പുലിയാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്, നിന്റെ ഫാൻസുകൾക്കിടയിലും മാത്രം. പക്ഷേ എൻ്റെ ചിന്തയിലും എൻ്റെ കാഴ്ചയിലും നീ ഭദ്രനെ പോലെ രാത്രിയും രാവിലെയും പേടിച്ച് വിറച്ച് നടക്കുന്ന വെറും പുലിയാ, വെറും പുലി. അതുകൊണ്ട് എനിക്ക് നിന്നെ പേടിയൊന്നുമില്ല, മനസ്സിലായല്ലോ. അത് കേട്ടതും, ദേ പെണ്ണുമ്പുള്ളേ, എൻ്റെ സ്വഭാവം നിങ്ങൾക്കറിയില്ല. എന്നെ ചൊടിപ്പിച്ചാലുണ്ടല്ലോ എൻ്റെ മുട്ടുകാലം അടക്കി നിങ്ങളുടെ പള്ളയ്ക്ക് ഞാൻ കയറ്റും. മര്യാദയ്ക്ക് നിങ്ങൾ മനസ്സിലാക്കിക്കോ. അതുകൊണ്ട് ഇറങ്ങി പോകുന്നതായിരിക്കും നല്ലത്. ഗീതു വേണ്ട, ഇങ്ങോട്ട് മാറി നിൽക്ക് എന്നും പറയുക. ഈ സമയം, എടി അനാർക്കലി, നീ എന്തുദ്ദേശത്തിലാണ് ഇങ്ങോട്ട് വന്നത്? ദേ ഒരു കാര്യം ഞാൻ പറയാം, ഇവിടെ എല്ലാവരും ഉണ്ട്. നീ എന്തെങ്കിലും അറിഞ്ഞിട്ടുള്ള വരവാണെങ്കിൽ അത് വേണ്ട. നിൻ്റെ ഈ വരവിനെ ഞങ്ങൾ കുറ്റപ്പെടുത്തുന്നൊന്നുമില്ല. നിനക്കൊരു മകളുണ്ടായിരുന്നു, ആ മകളെ നിനക്ക് നഷ്ടപ്പെട്ടു. ആ മകളോടുള്ള സ്നേഹം നീ എൻ്റെ മകളോട് കാണിക്കുന്നു, അത് തെറ്റല്ല. പക്ഷെ നീ എൻ്റെ മോനെ ചതിച്ചവളാ. അങ്ങനെയുള്ളപ്പോൾ ഒരിക്കലും നിന്നെ സ്നേഹിക്കാൻ ഈ വീട്ടിലുള്ള ആർക്കും കഴിയില്ല അനാർക്കലി. നീ എന്തൊക്കെ ചെയ്താലും എത്രയൊക്കെ നന്മ ചെയ്താലും എനിക്ക് നിന്നെ അംഗീകരിക്കാനോ സ്നേഹിക്കാനോ കഴിയില്ല. പൊയ്ക്കോ, ഇവിടെ നിന്ന് പൊയ്ക്കോ. എൻ്റെ കൂട്ടുകാരത്തിയുടെ മോള് പ്രഗ്നൻ്റ് ആണെന്ന് അറിഞ്ഞപ്പോൾ അവളുടെ കല്യാണം നടത്തി കൊടുത്ത ഞാൻ, അമ്മയുടെ സ്ഥാനത്ത് നിന്ന് അവളുടെ കല്യാണം നടത്തി കൊടുത്ത ഞാൻ, അവളുടെ പ്രഗ്നൻസി അറിയാനൊന്ന് മോഹിച്ച് ഓടി വന്നു. അവൾക്ക് വേണ്ടുന്ന നിറയെ പലഹാരങ്ങളുമായിട്ട് വന്നു. അത് ഇത്ര വലിയ തെറ്റാണോ വിജയലക്ഷ്മി? നീ ഒരു മനുഷ്യ സ്ത്രീയാണ്, നിൻ്റെ മനസ്സിൽ സ്നേഹം ഉണ്ടാവും. പക്ഷേ നീ പലരെയും ചതിച്ചും തട്ടിയും ഒക്കെയാണ് ജീവിച്ചത്. അങ്ങനെയുള്ള നീ ഒരു മനുഷ്യയാണെന്ന് കരുതാൻ ലോകത്തുള്ള ആരും അതിനെ അനുവദിക്കില്ല അനാർക്കലി. അതുകൊണ്ട് പോകുന്നതായിരിക്കും നിനക്ക് നല്ലത്. നീ ഇവിടേക്ക് വന്നാൽ ശരിയാവില്ല. ഇനി മേല ഈ വീട്ടിലേക്ക് പടി കടന്ന് വരരുത്, അത് നല്ലതിനല്ല എന്നും പറയണം. അത് കേട്ടതും, ഞാൻ വന്നത് ഇവളെ കാണാനാ, ഇവൾക്ക് ഈ സ്നാക്സും സ്വീറ്റ്സും കൊടുക്കാനാ. എൻ്റെ മോള് പ്രഗ്നൻ്റ് ആണെന്ന് അറിഞ്ഞപ്പോൾ ഒരുപാട് സന്തോഷം കൊണ്ട് എല്ലാം മറന്ന് ഒരു മിനിറ്റ് ഓടിപ്പോന്നതാ. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇതൊക്കെ ഫേസ് ചെയ്യണമെന്നറിയായിരുന്നു, അതുകൊണ്ട് വന്നതാ. നിങ്ങളെ ഒന്നോർത്തോ, നിങ്ങളെല്ലാവരും ഇവിടെ നിൽക്കുന്നത് കൊണ്ടാണ് ഇവളെന്നോട് ഇങ്ങനെ പെരുമാറുന്നത്. നിങ്ങളാരും ഇവിടെ ഇല്ലെങ്കിൽ ഇവൾക്ക് എന്നോട് സ്നേഹമായിരിക്കും. അത് കേട്ടതും ഗീതു ഞെട്ടലോടുകൂടെ നമ്മുടെ രഞ്ജുനെ ഒന്ന് നോക്കി. ഇല്ല, ഇവർ പറയുന്നത് പച്ചക്കള്ളമാണ്. എന്തായാലും എനിക്കിവരോട് ഒരു സിമ്പതിയില്ല. നിങ്ങൾ മര്യാദയ്ക്ക് ഇവിടെ നിന്ന് പടി ഇറങ്ങി പോയിക്കോ. നിങ്ങളെ എനിക്ക് കാണണ്ട, മര്യാദയ്ക്ക് പോകാനല്ലേ പറഞ്ഞത്. അത് കേട്ടതും, മോളെ ഇങ്ങനെയൊന്നും പറയരുത്. അപ്പോൾ ഗീതു, നിങ്ങളെ അങ്ങനെയൊന്നും പറഞ്ഞ് ഇറങ്ങിപ്പോവില്ല, നിങ്ങളെ ഞാൻ ഇവിടുന്ന് ചവിട്ടി ഇറക്കും, മര്യാദയ്ക്ക് ഇറങ്ങിക്കോ എന്നും പറഞ്ഞുകൊണ്ട് ഗീതു നോക്കുമ്പോൾ, ഗീതു വേണ്ട, ഇവർ വന്നത് എന്നെ കാണാനല്ലേ, ഇവരെ ഞാൻ തന്നെ ഇറക്കി വിട്ടോളാം. ഇവരെ ഇനി മേലെ ഈ വീടിൻ്റെ പടി കടന്ന് വരില്ല. ദേ എൻ്റെ ഏട്ടൻ്റെ ശത്രു എൻ്റെ ശത്രുവാ. എൻ്റെ ഏട്ടനെ നിങ്ങളെ ഇഷ്ടമല്ല. അങ്ങനെയുള്ളപ്പോൾ എൻ്റെ അമ്മയെയും എന്നെയും നിങ്ങൾ കാണാൻ വരുന്നത് എനിക്ക് തീരെ ഇഷ്ടമല്ല. നിങ്ങളൊരു നല്ല കാര്യം ചെയ്തു, എൻ്റെയും ധ്യാനിൻ്റെയും കല്യാണം മുന്നിലൊന്ന് നടത്തി തന്നു, അതെനിക്ക് മറക്കാൻ പറ്റില്ല. പക്ഷേ ഒരു കാര്യം ഞാൻ പറയാം, എൻ്റെ ഏട്ടൻ്റെ ശത്രുവായ നിങ്ങൾ മേലെ ഇനി ഈ വീടിൻ്റെ പടി ചവിട്ടരുത്, എന്നിൽ ഒരവകാശവും കണ്ടുകൊണ്ട്. മനസ്സിലായല്ലോ, ഇറങ്ങിപ്പോയിക്കോ എന്നും രഞ്ജു അനാർക്കലിയെ ആട്ടിപ്പായിക്കുകയാണ്. അത് കേട്ടതും അനാർക്കലിയുടെ കണ്ണ് നിറഞ്ഞു. അതെ,
എവിടെയോ എന്തൊക്കെയോ ഒരു വിഷമം അനാർക്കലിയുടെ മനസ്സ് നേറി സ്വന്തം മകള് തന്നെ ആട്ടിപ്പായിക്കുന്നത് പോലെ തോന്നി. അനാർക്കലി ഉള്ളിൽ കരഞ്ഞു. അപ്പോഴാണ് ഗോവിന്ദ് ഇറങ്ങി വരുന്നത്. ഈ സമയം രാധികയും വരുണും പിന്നാലെ ഇറങ്ങി വരുന്നുണ്ട്. എന്താ പുറത്തൊരു ശബ്ദം എന്നും ആലോചിച്ചുകൊണ്ട് ഗോവിന്ദ് നോക്കി. പുറത്തേക്ക് നോക്കിയ ഗോവിന്ദ് അനാർക്കലിയെ കണ്ട് ഞെട്ടി. അതോടുകൂടെ എപ്പിസോഡ് അവസാനിക്കുകയാണ്. നാളത്തെ ഒരു തകർപ്പൻ വിശേഷത്തിനായിട്ട് കാത്തിരിക്കാതെ പ്രേക്ഷകരെ. അനാർക്കലിയും ഗോവിന്ദും നേർക്കുനേർ. ഇനി എന്തായിരിക്കും സംഭവിക്കാമെന്ന് ഉറപ്പായിട്ടും മിസ് ചെയ്യാതെ കാത്തിരിക്കുക. എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ. താങ്ക് യു ഫ്രണ്ട്സ്.